എന്താ എന്തോ സാധനമാണോ? ഏത് ഏത്? തക്കാളി കറി എങ്ങനെ വെച്ച്? അവിയുടെ ചക്കരയുടെ വീഡിയോ മതിയോ? കുളിച്ചോ? കുളിച്ചിട്ട് സുന്ദരിയായോ? ഹലോ, വെൽക്കം ബാക്ക് ടു 3D ഫാമിലി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ കിച്ചണിലേക്ക് വന്നപ്പോഴത്തേക്കും കിച്ചണിൻ്റെ സിറ്റുവേഷൻ ഇതാണ്. അതിന് കാരണം എന്താണെന്ന് ഞാൻ പറയാം. അതിന് മുന്നായിട്ട് തന്നെ ഞാനിവിടെ ഓയിലിൻ്റെ ബോട്ടിൽ കഴുകി ഉണങ്ങാനായിട്ട് തലേന്ന് രാത്രി വെച്ചിരുന്ന കേട്ടോ, അതാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ രാവിലെ എണീറ്റ് വന്നപ്പോഴത്തേക്കും ഇതാണ്ട് തക്കാളിക്കറിയാണ്, അത് റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇന്നലെ രാത്രിയിൽ ഒരുപാട് ലേറ്റായി ഞാൻ ഉറങ്ങിയപ്പം, ഏകദേശം ഒരു 3-3:30 കാരണം പാത്തു ഭയങ്കര വഴക്കായിരുന്നു. അവളാണെങ്കിൽ പകൽ ഉറങ്ങാതെ ഒരു സന്ധ്യ സമയമായപ്പോഴത്തേക്ക് ഉറങ്ങാനായിട്ട് വഴക്കുണ്ടാക്കി. അവളങ്ങ് ഉറങ്ങി. അങ്ങനെ സന്ധ്യയ്ക്ക് ഉറങ്ങിയതുകൊണ്ട് പിന്നെ അവൾ രാത്രിയിൽ ഉറങ്ങാതെ എന്നെയും ഉറക്കിയില്ല. അപ്പോൾ രാവിലെ എനിക്ക് എണീക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അലാറം അടിച്ചൊന്നും ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ ദിനു സാധാ സമയത്ത് എഴുന്നേറ്റിട്ട് ദിനു തന്നെ തക്കാളിക്കറിയൊക്കെ വെച്ചിട്ട് മുട്ട പുഴുങ്ങി ഗ്രീൻ ടീ ഇട്ട് വെച്ചു. അതുപോലെ കറി വെച്ച പാത്രങ്ങളൊക്കെ കഴുകി. പിന്നെ 1-2 പാത്രങ്ങൾ കഴുകാനായിട്ട് കിടപ്പുണ്ട്. അതുപോലെ മഷ്റൂം ആണെങ്കിലും കറി വെക്കാനായിട്ട് ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എഴുന്നേറ്റ് പണികൾ അത്രയും തീർത്ത് വെച്ചതുകൊണ്ട് തന്നെ ഒത്തിരി ഹറിബറി ആയിട്ട് എനിക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വന്നില്ല. അപ്പം ഞാൻ എണീറ്റ് വന്നപ്പം ദിനു ഇരുന്ന് ഫോണിൽ നോക്കുന്നുണ്ട്. ബാക്കി പണികളൊക്കെ തീർത്ത് വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് മഷ്റൂമും കൂടെ ഉണ്ടാക്കിയാൽ മതി. ഞാൻ എണീറ്റ് വന്ന സമയത്ത് പാത്തു നല്ല ഉറക്കമാണ്. പിന്നെ ഞാൻ മഷ്റൂമൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിന്ന് മഷ്റൂം റോസ്റ്റാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു 2-3 വർഷമെങ്കിലും ആയി കാണും ഞാൻ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞാൻ ഏതോ ഒരു ചാനലിൽ കണ്ട് ട്രൈ ചെയ്താട്ടോ, ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മഷ്റൂം റോസ്റ്റാണ്. അപ്പോൾ ഈ ഒരു മഷ്റൂമിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. ഒരു 10-15 മിനിറ്റ് നമ്മളിതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് നല്ല എളുപ്പമാട്ടോ. ഈ ഒരു മഷ്റൂം റോസ്റ്റിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തേങ്ങാക്കൊത്താണ്. അപ്പോൾ തേങ്ങാക്കൊത്ത് ദിനമൊന്ന് എടുത്ത് തരാണ്. തേങ്ങ പൊട്ടിച്ചു കൊടുത്തു ഞാൻ. അപ്പോൾ അതൊന്ന് പീസാക്കി തരാമെന്ന് പറഞ്ഞു. ഇനി ഞാൻ അതിലേക്ക് വേണ്ട സവോളയൊന്ന് കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 സവോള എടുത്തിട്ടുണ്ട്. ഇന്ന് എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീട്ടുജോലി, തുണി അലക്കൽ, മുറ്റമടി, അല്ലെങ്കിൽ വീടിന് അകമൊക്കെ വൃത്തിയാക്കൽ, പാചകം തുടങ്ങിയ ജോലികളൊക്കെ പുരുഷന്മാർ ചെയ്തു കഴിഞ്ഞാൽ അവന് ഭാര്യയെ പേടിയാണ്, ഭാര്യയുടെ അടിമയാണ്, അല്ലെങ്കിൽ വീട്ടിൽ ഒരു വിലയും ഇല്ലാത്തവനാണ് എന്നൊക്കെ കാണുന്ന ആളുകളൊക്കെ പറഞ്ഞു കളയും. സ്വന്തം വീട്ടിലെ ജോലികൾ അത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ചെയ്യുന്നതിൽ ഒരു നാണക്കേടും വിചാരിക്കേണ്ട കാര്യമില്ല. ഇനി പുതിയ തലമുറയിലെ ആളുകളെങ്കിലും ഈ ഒരു വിവരമില്ലായ്മ മനസ്സിലാക്കിയിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കണം. ആദ്യം നമ്മൾ മാറണം അല്ലേ? എന്നാലേ നമ്മുടെ ഒപ്പം സമൂഹവും മാറത്തുള്ളൂ. ഒരാൾ തന്നെ കിടന്ന് രാപ്പകൽ കഷ്ടപ്പെടാതെ കുടുംബത്തിലെ മറ്റംഗങ്ങളും കൂടെ സഹായിക്കാൻ തയ്യാറായാൽ ആ ഒരാൾക്ക് എത്രമാത്രം ആശ്വാസമാകുമെന്ന് നമ്മൾ വിചാരിക്കണം. ഉത്തരവാദിത്തങ്ങൾ എപ്പോഴും തുല്യമായിരിക്കണം. അതേപോലെ തന്നെയാണ് സ്ത്രീകൾ നിർബന്ധമായും ഒരു വരുമാനം കണ്ടെത്തേണ്ടതിൻ്റെ അത്യാവശ്യവും. അതിപ്പോൾ ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും ഒരു വൈറ്റ് കോളർ ജോബ് തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന ഏത് മാന്യമായ ജോലി ചെയ്തും നമുക്ക് ജീവിക്കാം. നമുക്കൊരു വരുമാനം വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു എക്സാമ്പിളായിട്ട് ഇപ്പോൾ എത്ര സ്ത്രീകളെ ഇപ്പോൾ ഹോം വർക്കേഴ്സായിട്ട് വരുമാനം കണ്ടെത്തുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. പിന്നെ ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ വീട്ടിലെ ആണുങ്ങൾക്ക് എന്നൊരു വിചാരമുണ്ട്. ആ ഒരു വിചാരം മാറുകയും വീട്ടുജോലികൾ സ്ത്രീകൾക്ക് മാത്രമാണ് എന്നൊരു കാഴ്ചപ്പാടും മാറണം.
അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ ഒരു ആൺപെൺ വേർതിരിവൊന്നും പറയാതെ വളർത്തുകയും അവരെ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് പ്രാപ്തരാക്കുകയും വേണം. അതിനുശേഷം മാത്രം മതി അവർക്ക് കല്യാണം. അങ്ങനെയാകുമ്പോൾ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും പരസ്പര ബഹുമാനവും ഒക്കെ തന്നെ വന്നോളും. ഒരു തരത്തിലും ഒരാൾ തന്നെ എല്ലാ പ്രാരാബ്ദങ്ങളും ഏറ്റെടുക്കേണ്ടതായിട്ടും വരത്തില്ല. അപ്പോൾ ഇതാണ് എനിക്കിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പം മഷ്റൂം റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ആ കളറൊന്ന് ചേഞ്ചായി വരുമ്പോൾ തേങ്ങാക്കൊത്തിൻ്റെയൊക്കെ കളർ ചേഞ്ചായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന 2 സവോള അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. എളുപ്പം ഒന്ന് വഴണ്ട് വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ നേരത്തെ മഷ്റൂമിൽ മാരിനേറ്റ് ചെയ്ത സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ നമുക്കൊരു 3-4 മിനിറ്റ് വഴറ്റി കൊടുക്കണം. അതിനുശേഷം നമ്മളൊരു 10-15 മിനിറ്റായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു മഷ്റൂം അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് പൊടികളും കൂടെ ആഡ് ചെയ്യണം. ഒരുപാട് പൊടികളൊന്നും വേണ്ട. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും. അപ്പോൾ കുരുമുളക് നിങ്ങൾക്ക് എരിവ് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ചേർത്താൽ മതി. കുരുമുളക് ചേർക്കുന്നതനുസരിച്ചിട്ട് ഈ റോസ്റ്റിൻ്റെ ടേസ്റ്റ് കൂടും. അതിനുശേഷം മഷ്റൂം വേവാനായിട്ട് നമ്മളൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാണ്. അങ്ങനെ മഷ്റൂം വെന്ത് കഴിയുമ്പം അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പോ എരിവോ ഒക്കെ കുറവുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ലപോലെ റോസ്റ്റ് ആക്കണമെങ്കിൽ കുറച്ച് നേരം കൂടെ നിങ്ങളൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഈ ഒരു പരുവത്തിന് മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പെരിഞ്ജീരകമോ കുരുമുളകോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുത്തോ കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കണ്ടില്ലേ, തേങ്ങാക്കൊത്തൊക്കെ എടുത്ത് കഴിക്കാൻ തന്നെ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ ഒരു മഷ്റൂം റോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. അപ്പോൾ ദിനുവിന് കൊണ്ടുപോകാനുള്ള പാത്രത്തിലൂടെ തന്നെയാണ് കേട്ടോ ഞാൻ എടുത്ത് മാറ്റിയത്. എന്തോ സാധനമാണ്? ഏത് അത്? മഷ്റൂം. മഷ്റൂം. ഒരു ഗുഡ് മോർണിംഗ് പറയും. ഗുഡ് മോർണിംഗ്. പിന്നെ ദിനു ഉണ്ടാക്കി വെച്ചിരുന്ന തക്കാളിക്കറി ദിനുവിന് കൊണ്ടുപോകാനായിട്ട് മാറ്റുകയാണ്. അപ്പം ഞാൻ ടേസ്റ്റ് നോക്കി, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. തക്കാളിക്കറി മീൻകറി മാറി നിൽക്കുന്ന ഒരു തക്കാളിക്കറി ആയിരുന്നു. അപ്പോൾ ദിനുവിന് കുക്കിംഗ് ഒക്കെ നേരത്തെ തൊട്ട് അറിയാം. ദിനു പഠിച്ച് കഴിഞ്ഞ് ജോലിക്ക് കയറിയ സമയം തൊട്ടേ തന്നെ കുക്ക് ചെയ്ത് ഫുഡ് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആളാണ്. അതുപോലെ തന്നെ വീട്ടിൽ ഹെൽപ്പ് ചെയ്യാനും ഒരു മടിയില്ലാത്ത ആളും കൂടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നാറില്ല എൻ്റെ ജോലികളിലും. ദിനുവേ, ഇതെന്തോ കറിയാ? തക്കാളി കറി എങ്ങനെ വെച്ച്? തേങ്ങ ഇടുന്നത് ഞാൻ ചിരണ്ടി വെച്ച തേങ്ങ എടുത്ത് തേങ്ങ. ഇനി തേങ്ങ ഉണ്ടോ ഫ്രിഡ്ജില്? ടേസ്റ്റ് ഉണ്ട്. ബൈ. കേറുവാ. പതുക്കെ പതുക്കെ പതുക്കെ. അടയ്ക്കേ. ഇങ്ങനാന്നോടി. ഗുഡ് ഗേൾ. വേണ്ട ഇനി ലോക്ക് ഇടണ്ട. പതുപ്പിക്ക് ആരുടെ വീഡിയോ കാണണ്ടേ? അവിയുടെ ചക്കരയുടെ വീഡിയോ മതിയോ? പാത്തു എന്നെ കഴിക്കുന്നേ? മഷ്റൂമാ? പാത്തു ബ്രഷ് ചെയ്തോ? ഗുഡ് ഗേളാ. അമ്മ ദോശ എടുത്തിട്ട് വരട്ടെ. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ദോശയും ചിക്കനും ആണ്. അപ്പോൾ ചിക്കൻ തലേന്ന് വെച്ച ചിക്കനായിരുന്നു കേട്ടോ. അതും പിന്നെ ദോശയും കൂടെ ചുട്ടിട്ട് ഞാനും പാത്തുവും കഴിച്ചു. അതിനുശേഷം പിന്നെ അടുക്കളയിലേക്ക് കയറി. അടുക്കളയിൽ വന്നു കഴിഞ്ഞപ്പോൾ കുറേയധികം പാത്രങ്ങളുണ്ടായിരുന്നു കഴുകാനായിട്ട്. ദോശ ചുട്ടതും അതുപോലെ കൂണുണ്ടാക്കിയതും ചായ വെച്ചതുമായ കുറേയധികം പാത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് എനിക്ക് പാത്രങ്ങളൊക്കെ കഴുകി അടുക്കള വൃത്തിയാക്കുക എന്നുള്ളതാണ്. അടുക്കള വൃത്തിയാക്കി കിടന്നു കഴിഞ്ഞാലേ ഒരു സമാധാനം വരുള്ളൂ. അപ്പം പ്രില്ല് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് കുപ്പിയിലേക്കൊന്ന് ഒഴിച്ച് നിറച്ച് വെക്കുകയാണേ.
അപ്പോൾ നിറച്ച് വെച്ചതിന് ശേഷം കുപ്പി കൊണ്ട് തിരിച്ചു വെച്ചിട്ട് പിന്നെ സിങ്ക് കഴുകാനായിട്ട് പോവാണ്. രാവിലത്തെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സിങ്ക് കഴുകിയിട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നല്ല വൃത്തിയായിട്ട് തന്നെ കിടന്നോളും. പിന്നെ വൈകിട്ടത്തെ കുക്കിങ്ങേ ഉള്ളൂ. ഉച്ചക്കത്തേക്കും കൂടെ കുക്ക് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ പിന്നെ എനിക്ക് രാത്രിയിലത്തേക്കുള്ള കുക്കിങ്ങിന് വൈകുന്നേരം കയറിയാൽ മതിയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് സിങ്കൊക്കെ കഴുകി വൃത്തിയാക്കിയിടും രാവിലെ തന്നെ. പിന്നെ ചില ദിവസങ്ങളിൽ മടി പിടിച്ചിരിക്കാറുമുണ്ട് കേട്ടോ. ബാക്കി എല്ലാ ജോലികളും ചെയ്യുമെങ്കിലും ചില ജോലികൾ നമ്മൾ പിന്നത്തേക്ക് മാറ്റി വയ്ക്കുന്ന ദിവസങ്ങളും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ സിങ്കൊക്കെ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം ഒന്ന് തുടച്ചെടുക്കുകയാണ്. നമ്മൾ തുടയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് കോളിനാണ്. കോളിനൊഴിച്ചിട്ടാട്ടോ ഞാൻ തുടയ്ക്കുക. അപ്പം അതുപോലെ തന്നെ സ്റ്റൗ ടോപ്പും ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കും. അപ്പം തന്നെ അങ്ങനെ കിച്ചണിലെ പണിയൊക്കെ തീർത്ത് കിച്ചൺ നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. ഈ കിച്ചൺ വൃത്തിയായിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ബാക്കി ജോലികളിലേക്ക് പോകാനായിട്ടും പറ്റുള്ളൂ. അതങ്ങനെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഷീറ്റൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. കുളിച്ചിട്ട് സുന്ദരിയായോ? ഇനി എന്തെടുക്കാൻ പോവാ? ക്ലീനിങ് ചെയ്യാൻ പോവാണോ? ഇതിനിടയ്ക്ക് പാത്തുവാണെങ്കിൽ ബാത്റൂമിലൊക്കെ പോയി കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരിയായിട്ട് അവിടെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ നിലത്ത് കിടന്ന ബെഡ് ഒന്ന് റൂമിൽ കൊണ്ടുവെക്കുവാണ്. ഈ ഇടയായിട്ട് അവൾക്ക് ആ ഒരു ബെഡ് ഇവിടെ കൊണ്ടുവന്നിട്ട് കളിയാണ്. അതാണ് അവളുടെ മെയിനായിട്ടുള്ള ഹോബി. അതിനുശേഷം അവളുടെ ടോയ്സൊക്കെ ഒന്ന് എടുത്ത് ഒതുക്കി വെക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ അവളൊക്കെ തിരിച്ചെടുക്കും. എന്നാലും എടുത്തൊന്ന് ഒതുക്കി വെച്ച് കാണുമ്പോൾ നമുക്കൊരു സമാധാനം. അങ്ങനെ എല്ലാം വൃത്തിയാക്കി നമ്മുടെ ഹാളൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അതുപോലെ ഡൈനിങ് ടേബിളും ഒക്കെ ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പണി കഴിഞ്ഞു. ഇങ്ങനെ വൃത്തിയായിട്ട് കിടക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സന്തോഷം വരും. പിന്നെ ഇതൊരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൽ പിന്നെ ആരും കിടക്കുന്നില്ല. ഗസ്റ്റുകൾ വരുമ്പോൾ മാത്രമേ കിടക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ അത് നല്ല വൃത്തിയായിട്ട് തന്നെ കിടക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബെഡ്ഷീറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യും, അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ ബെഡ്റൂമിലേക്ക് വന്നിട്ട് ഇന്ന് ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യേണ്ട ദിവസമായിരുന്നു. നമ്മളൊരു 4 ദിവസം 5 ദിവസം കൂടുമ്പോഴാണ് ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ചേഞ്ച് ചെയ്യേണ്ട ദിവസമായിരുന്നുകൊണ്ട് ഞാൻ ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയിടുകയാണ്. പാത്തു അപ്പുറത്തുണ്ട് കേട്ടോ. അവൾ ഇങ്ങോട്ട് വരുന്നില്ല. അവിടെ ഇരുന്ന് കാർട്ടൂൺ ഏതാണ്ട് കാണുകയാണ്. അതുകൊണ്ട് അവൾ ഇങ്ങോട്ട് വരാത്തത്. അങ്ങനെ ഞാൻ ബെഡ്ഷീറ്റെല്ലാം വിരിച്ചു കഴിഞ്ഞതിന് ശേഷം പില്ലോയും കൂടെ വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആ ബെഡ്ഷീറ്റ് വിരിച്ച് റൂം ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട്. ഇനിയിപ്പം തലേന്ന് കഴുകിയ തുണി ഞാനൊന്ന് എടുത്ത് മടക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ പാത്തും വന്നു. അപ്പം നമ്മൾ എന്ത് ജോലി ചെയ്താലും ആ കൂട്ടത്തിൽ നമ്മൾ കുട്ടികളെയും കൂടെ ഇൻവോൾവ് ചെയ്യിക്കുക. അപ്പോൾ അവർക്കും അതൊരു ശീലമായിട്ട് തന്നെ മാറും. അതിപ്പോൾ ഏത് ജോലിയായാലും ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അവരെ കൊണ്ടും കൂടെ ചെയ്യിപ്പിച്ച് ശീലിപ്പിക്കുക. അപ്പം നമുക്കും അതൊരു ഹെൽപ്പാവും, അവരും അത് ശീലിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പാത്തുവിനോട് അവളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയാറുണ്ട് കേട്ടോ. അവളത് ചെയ്യാറുമുണ്ട്. അപ്പം എല്ലാം എടുത്ത് മടക്കി തിരിച്ച് അലമാരിക്കകത്ത് വെച്ചതിന് ശേഷം തുണി കഴുകാനുള്ളത് കൊണ്ടുവന്ന് വാഷിംഗ് മെഷീനിലേക്ക് ഇടുകയാണ്. കണ്ടില്ലേ, ഇത് ഇവളുടെ ഡ്യൂട്ടിയാണ്. ഞാൻ സോപ്പ് പൊടി ഇടാനായിട്ട് വരുമ്പോൾ അവളത് തുറന്നു തരും. തുണി ഇടാനായിട്ട് വരുമ്പോൾ തുറന്നു തരും. അതുപോലെ തന്നെ ഇത് ഓണാക്കാനായിട്ട് അവളുടെ കൈ പിടിച്ച് തന്നെ ഞാൻ ഓണാക്കിക്കണം. അങ്ങനെ തുണിയൊക്കെ കഴുകാനിട്ട് ഇന്നത്തെ ഏകദേശം ക്ലീനിങ് പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം ജോലികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം വൈകുന്നേരം മാത്രമേ എനിക്ക് ജോലിയുള്ളൂ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു ദിവസത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആ കൂട്ടത്തിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ് ഫേസ്ബുക്കിൻ്റെ പേജും ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.